ഹായ്. ഇന്ന് കൊല്ലം ആശ്രാമ മൈതാനത്ത് പോയിരുന്നു. അവിടെ കൊല്ലം ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആശ്രാമ മൈതാനത്ത് ഭയങ്കര ആളായിരുന്നു, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അവിടെ പോയി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 199 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അവിടെ സൺറിയൽ വാട്ടർഫാൾസ് അഥവാ അപ്രത്യക്ഷമാകുന്ന വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു. അതുപോലെ ചിത്രശലഭ പാർക്ക്, ബേർഡ്സ് പാർക്ക് എല്ലാം ഉണ്ട്. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തോട്ട് പോയി. അകത്തോട്ട് പോയപ്പോൾ ആദ്യം വാട്ടറൊന്നും വരുന്നില്ലായിരുന്നു, വാട്ടർഫാൾസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് നിന്നപ്പോഴാണ് വാട്ടർ മുകളിൽ നിന്ന് വരാൻ തുടങ്ങിയത്. ഇതൊരു 50 അടി ഉയരത്തിൽ നിന്നാണ് വരുന്നത്. 50 അടി ഉയരത്തിൽ നിന്നും താഴോട്ട് ഇത് പതിക്കുന്നുണ്ട്. അതിന് 360 അടി നീളവും ഇതിനുണ്ട്. നല്ല രസമായിരുന്നു. കളർ ചേഞ്ച് ഉള്ള ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റിൻ്റെ കളർ അനുസരിച്ച് തന്നെ അതിനൊപ്പം തന്നെ പാട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി പേര് ഇതിനകത്ത് ഈ വെള്ളത്തിലോട്ട് മുകളിലോട്ടും എല്ലാം കയറി മറിയുന്നുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ താഴെയൊക്കെ ഇരുന്ന് കളിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല അടിപൊളി വൈബാണ്. ഓണം തകർത്ത് ആഘോഷിക്കേണ്ടവർക്ക് നല്ല സൂപ്പറായിട്ട് വെള്ളത്തിൽ ഇവിടെ വന്ന് കളിക്കാവുന്നതാണ്. താഴോട്ട് ഈ വെള്ളം പതിച്ചങ്ങ് പോകും. മുകളിൽ നിന്ന് വീഴുന്ന കാണാൻ നല്ല പാട്ടുണ്ട്. അതുപോലെ കൂടെ വരുന്ന ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ബെഞ്ചുണ്ട്. അവിടെ പോയി ഇരുന്ന് റെസ്റ്റ് എടുക്കാം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇതിനകത്ത് വെള്ളത്തിൽ ഇരുന്ന് കളിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ എക്സ്ട്രാ ഡ്രസ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും, കാരണം ഉടുപ്പെല്ലാം ഉറപ്പായിട്ടും നനയും. നല്ല മുകളിൽ നിന്ന് വീഴുന്ന കാണാം. നല്ല കളർ ചേഞ്ച് ആയിട്ടുള്ള ലൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ പാട്ടൊക്കെ നല്ല വൈബാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ചെന്ന് ഇതൊന്നും കാണുന്നത് നല്ല അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ ബേർഡ്സ് പാർക്കുണ്ട്, ബട്ടർഫ്ലൈ പാർക്ക്. അത് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അവിടെ തന്നെ ഫ്ലവറിൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കാണാം. അവിടെ പോയി ഫോട്ടോഷൂട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി കിളികളെ ഒത്തിരി ബേർഡ്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ പല പല കിളികൾ അവർ മനം കുലുക്കിയിട്ടായിരിക്കും ആ ബേർഡ്സ് എല്ലാം അവിടെ കിടന്ന് പറക്കുന്നതാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. ബേർഡ്സൊക്കെ പറക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര അതിശയമായിരുന്നു ഈ ബേർഡ്സൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാൻ തന്നെ. എല്ലാവരും അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബേർഡ്സ് പറന്നു പോയി ഓരോരുത്തരുടെ കയ്യിൽ വന്നിരിക്കുകയും അതിനകത്ത് തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഷൂട്ടുണ്ടായിരുന്നു. ഇഗ്വാന ഉണ്ടായിരുന്നു, അതുപോലെ മക്കാവും ഉണ്ടായിരുന്നു. മക്കാവിനെയൊക്കെ കയ്യിൽ പിടിച്ച് പലരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇഗ്വാന ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്ന പല പല ഇപ്പം പെരുമ്പാമ്പ് അങ്ങനെ അതിൻ്റെയൊക്കെ ഇത് പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അതിനെ നല്ല രസമായിരുന്നു കാണാൻ. പല പല ബേർഡ്സ് ഉണ്ടായിരുന്നു, ഒത്തിരി ബേർഡ്സ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ അത് പറന്ന് ഇങ്ങനെ മേളിലൂടെ പറന്ന് പോകുന്ന കാണാനായിരുന്നു രസം ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു. എല്ലാ ബേർഡ്സോടെ മേളിലൂടെ ഇങ്ങനെ പറന്ന് പോകുന്നതാണ്. ഒരു കൂട്ടമായിട്ടാണ് അത് ഇരുന്നത്. അങ്ങനെ അതെല്ലാം കണ്ട് അതിനുള്ളിലൂടെ ഞങ്ങൾ പോയി. അങ്ങനെ അവിടെയാണ് ഈ സൺഫ്ലവറിൻ്റെ തന്നെ കുറേ സൂര്യകാന്തി പൂവിൻ്റെ കുറേ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ നമുക്കിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അതിനകത്ത് ഈ തേനീച്ചയുടെ കൂട്ട് ഇരുന്ന് പൂവിനകത്ത് നിന്ന് തേൻ നുകരുന്നതായിട്ട് അവർ പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പുൽച്ചാടി ഉണ്ടായിരുന്നു, വണ്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പലതരം വെറൈറ്റീസ് പൂക്കൾ ഇതൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒറിജിനലല്ല, പണിഞ്ഞു വെച്ചിരിക്കുന്നതാണെങ്കിൽ തന്നെ നല്ലോണം അനങ്ങുന്നുണ്ട്. അത് അനങ്ങുന്ന ടൈപ്പാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാട്ടിനുള്ളിലൂടെ പോകുന്നൊരു ഫീലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിനകത്തൂടെ വരുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പല പല സൈഡുണ്ടായിരുന്നു. അതുപോലെ മുത്തുച്ചിപ്പി പോലെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുത്തുച്ചിപ്പിക്കകത്ത് അകത്ത് കയറി ഇപ്പോൾ കുട്ടികളെ നിർത്തിക്കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് അതിനും കയറിയിരുന്ന് ഫോട്ടോ എടുക്കാം. അതുപോലെ കപ്പലുണ്ടായിരുന്നു. കപ്പലിനകത്ത് കപ്പൽക്കാരൊക്കെ നിൽക്കുന്ന പോലെ ഓരോരുത്തരും നിന്ന് ഫോട്ടോ എടുക്കുകയും കുലുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഊഞ്ഞാൽ, തുമ്പി ഊഞ്ഞാൽ എന്ന് പറയും. ഈ ബട്ടർഫ്ലൈ അല്ല, തുമ്പിയുടെ തന്നെ ഊഞ്ഞാലുണ്ടായിരുന്നത്. അത് പല കളർ ചേഞ്ച് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ആ ഊഞ്ഞാലുണ്ടായിരുന്നത്. അത് നല്ല ഭംഗിയായിരുന്നു. കുട്ടികൾക്ക് ഇരുന്ന് ആടുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓരോ 5-6 പേർക്ക് അതിനകത്ത് ഒരുമിച്ചിരുന്നിരുന്ന് ആടാൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ മീനിൻ്റെ ഒരു കൂടാരം, മീൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറിയിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ പല ഷോപ്പുണ്ട്, ഐസ്ക്രീം ഷോപ്പുണ്ട്, അങ്ങനെ പല പല ഷോപ്പുണ്ടായിരുന്നു. പിന്നെ ബുക്ക് സ്റ്റോള് അങ്ങനെ കുറേ കാണാനുണ്ടായിരുന്നു. ഇഷ്ടം പോലെ അതിനകത്ത് കാണാനുണ്ടായിരുന്നു. പിന്നെ
പിന്നെ മത്സ്യകന്യക എന്നേ പറയണ്ട. മത്സ്യകന്യക അതുപോലെ നീന്തൽ സാഹസിക താരമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അടുത്തോട്ട് ചെന്നപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ അടിക്കുന്ന പോലെ കാണിക്കുകയും മത്സ്യകന്യകയും ഒരാളെ ഉള്ളായിരുന്നു, ഒരു മത്സ്യകന്യക ഉള്ളായിരുന്നു. അതുപോലെ മീനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഷോപ്പ് പല പല വെറൈറ്റീസുള്ള ടോയ്സ്, അതിനകത്ത് തന്നെ ഇപ്പം ഫർണിച്ചർ, ഇലക്ട്രിക് ഐറ്റംസ്, അങ്ങനെ പല പല ഷോപ്പ് അതിനകത്തുണ്ടായിരുന്നു. ഈ സ്നാക്സ് ഐറ്റംസ്, മുട്ടായികളുടെ, പിന്നെ ഫാൻസി ഐറ്റംസ്, പിന്നെ സാരി, ഡ്രസ്സ്, അങ്ങനെ ഒത്തിരി വെറൈറ്റി ഐറ്റംസും അതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളെല്ലാം ഇത് കണ്ട് ഇറങ്ങി വരുന്ന ടൈമിലാണ് ഫുഡ് വരുന്നത്. ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഫുഡാണ്. നല്ല ഒത്തിരി വെറൈറ്റി ഐറ്റംസാണ് ആ ഫുഡിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പല പല പായസം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പായസം ഉൾപ്പെടെ ഒത്തിരി ഫുഡുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡ്, പല പല റൈഡുണ്ടായിരുന്നു. ജമ്പിങ്ങിൻ്റെ റൈഡുണ്ട്. അങ്ങനെ പല റൈഡും ഉണ്ട്. കുട്ടികൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. അതുമാത്രമല്ല നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ റിങ് എറിഞ്ഞ് ഓരോന്ന് മേടിക്കുന്നതുണ്ടല്ലോ. 5 റിങ്ങിന് 50 രൂപ വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള റിങ്ങിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒത്തിരി ബലൂൺ പൊട്ടിക്കുന്ന ഷൂട്ട്, ഇങ്ങനെ പല പല ഗെയിമിൻ്റെ ഉണ്ടായിരുന്നു. നമ്മളിതെല്ലാം കണ്ടിറങ്ങി. പിന്നെ ഡിസ്കൗണ്ട് മേള ഉണ്ടായിരുന്നു. ചെരുപ്പുകൾക്ക് 50 രൂപ തൊട്ട് 250, 350 രൂപയുള്ള ചെരുപ്പുകൾ വരെ ഉണ്ട്. നല്ല ചെരുപ്പുകളാണ്, നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ മേള ഒരിക്കലും പാഴാക്കരുത്. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് വന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികളുമായിട്ട് വന്ന് ഓണത്തിന് ഒരു ദിവസമെങ്കിലും വന്ന് ഈ മേള കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.